നമുക്ക് ഈ വഴുതിന ചെടിക്ക് ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ നല്ലൊരു വളവുമാണ്. കീടങ്ങളുടെ ആക്രമണം ഒന്നും ഉണ്ടാവില്ല. ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഗ്രോ ബാഗിലായാലും നിലത്ത് കുഴി എടുത്തിട്ട് കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ചെടിച്ചട്ടിയിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് വേപ്പിൻ പിണ്ണാക്കിനെ പറ്റി അറിയുമായിരിക്കും. പക്ഷേ അതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ചും അത് എന്തിനൊക്കെയാണ് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അതൊന്ന് വിശദമായിട്ട് നമുക്ക് അതിനെപ്പറ്റി നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കാണാം. വേപ്പും പിണ്ണാക്കിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട്. അതായത് നമുക്കിത് വളം വിൽക്കുന്ന കടകളിലും സീഡ് ഷോപ്പിലും ഒക്കെ നമുക്ക് ലഭിക്കും. നഴ്സറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്കിത്. ഇത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മായം ചേർക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഇത് വേപ്പിൻ കുരു അതിൻ്റെ വേപ്പെണ്ണ എടുത്തതിന് ശേഷം ഉള്ള ബാക്കി വരുന്ന വേസ്റ്റാണ് നമ്മൾ സാധാരണയായിട്ട് വേപ്പിൻ പിണ്ണാക്കായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോഴുള്ള നമ്മുടെ ഇത് കൃഷിയിലുള്ള ആവശ്യത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തിട്ട് ഇപ്പോൾ മില്ലുകളിൽ നമുക്ക് വേപ്പിൻ കുരു ചതച്ചിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ സാധാരണ നമുക്ക് അത്യാവശ്യം വിലയുള്ള ഒരു സാധനമാണ് ഇത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കിലോഗ്രാമിന് 50 രൂപയോളം വിലയുണ്ട്. അതേസമയം നമ്മൾ ഈ സാധാരണ ഇതിൽ നമ്മൾ ചേർക്കുന്ന മായം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് വേപ്പിൻ പിണ്ണാക്കിനകത്ത് വേപ്പിൻ കുരുവിൻ്റെ തോടും കൂടി ചതച്ച് ചേർക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ വേപ്പിൻ കുരുവിൻ്റെ തോട്, മഞ്ചാടി, പുളിങ്കുരു ഇതൊക്കെ ഇതിലോട്ടേക്ക് ചേർക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കണം നമുക്ക് വില കുറഞ്ഞിട്ട് മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗുണനിലവാരം ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മൾ അത്യാവശ്യം വില കൊടുത്തിട്ട് തന്നെ വാങ്ങിക്കണം. ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യം വേണ്ടുന്ന മൂലകമാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഇത് മൂന്നും നല്ല അളവിൽ തന്നെ അടങ്ങിയ ഒരു വളമാണ് വേപ്പിൻ പിണ്ണാക്ക്. അതുപോലെ തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ 16ഓളം മൂലകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് മാഗ്നീഷ്യം, കാൽസ്യം, സിങ്ക്, കോപ്പർ, സൾഫർ എന്നിവയൊക്കെ അത്യാവശ്യം വേണ്ടുന്ന രീതിയിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളിത് ഒരേ സമയം തന്നെ ജൈവവളമായിട്ടും കീടനാശിനിയായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. 2 ആഴ്ചയിലൊരിക്കൽ നമുക്ക് ഒരു പിടി, അതായത് ഒരു 50 ഗ്രാമോളം നമ്മളൊരു ലിറ്റർ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം, ഇതിപ്പോൾ ഞാനിതിൽ ഇട്ടിട്ടുണ്ട് 50 ഗ്രാം ഞാനിതിൽ 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ടുണ്ട് വേപ്പിൻ പിണ്ണാക്ക്. ഇത് ഒരു ദിവസമായി, ഇന്നലെ പുളിപ്പിക്കാൻ വെച്ചതാണ്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഇതിലോട്ടേക്ക് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ പുളിപ്പിച്ചൊഴിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പൂപ്പ് പിടിക്കുന്ന ഒരു ഡീകമ്പോസ്റ്റിൻ്റെ ഒരു പൂപ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു നീം പൗഡറാണ്. ഇതിൻ്റെ ഉപയോഗക്രമങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗ്രോ ബാഗിൽ നിറയ്ക്കാനുള്ള മണ്ണ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് നമ്മൾ ഒരു 50 ഗ്രാം, ഒരു പിടിയാണ് നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ എടുക്കേണ്ട ഒരു അളവ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് വേണം ഇത് സൂക്ഷിക്കാൻ. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എണ്ണമയമൊക്കെ പോയിട്ട് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവില്ല. ഇതുപോലെ ഈ പൊടി രൂപത്തിലുള്ളത് ഞാൻ പറഞ്ഞല്ലോ, പൊടി രൂപത്തിലുള്ള വാങ്ങിച്ചത്, അത് നമുക്ക് ഇതേപോലെ ഒരു ഡബ്ബയിൽ ഇട്ടിട്ട് സൂക്ഷിക്കാം. വളരെ ചെറിയ അളവിലല്ലേ വേണ്ടൂ, അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഞാനൊരു ജൈവ സ്ലറീൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതിൽ ഈ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും അതുപോലെ തന്നെ പച്ച ചാണകവും ഒരേ അളവിൽ 1:1:1
എടുത്തിട്ട് 2 ദിവസം പുളിപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് പുളിപ്പിച്ചതിന് ശേഷമാണ് നമ്മളത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചെടികൾക്കൊക്കെ നല്ല ഒരു വളർച്ചയും നമുക്കതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാകും. അത്രയും നല്ലൊരു സാധനമാണ്. നല്ല ഇലകളൊക്കെ നല്ല പച്ച കളറായിരിക്കും. നമ്മൾ ചെടികൾ നടുന്ന സമയത്ത് മണ്ണിൽ ഇത് എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മണ്ണിലൂടെ ചെടികൾക്ക് ഏൽക്കുന്ന കീടാക്രമണം, അതായത് നിമാവിരകൾ പോലുള്ള വിരകളുടെ ശല്യം, വേരുകളെയാണ് ഇത് ബാധിക്കുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇല്ലാതെ കിട്ടും. ഇത് നമുക്ക് ചെടികൾക്ക് നേരിട്ട് നമുക്ക് ചെടികളുടെ തടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. കടലപ്പിണ്ണാക്ക് പോലെ ഇതിന് ഉറുമ്പ് കൊണ്ടുപോകുന്നുള്ള ഇതൊന്നും പേടിക്കാനില്ല. സാധാരണ നമ്മൾ ഒരു ജൈവ കീടനാശിനിയായിട്ട് വേപ്പെണ്ണ ഉപയോഗിച്ച് വരാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ വേപ്പിൻ പിണ്ണാക്കെടുത്തിട്ട് ഇതുപോലെ ഇതിൽ ഞാൻ ഒരു 50 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഇന്നലെ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഒരു ദിവസം മതിയാവും. കണ്ടില്ലേ? ഇതിൻ്റെ തെളി എടുത്തിട്ട് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 1 ലിറ്ററിൻ്റെ ഒരു സ്പ്രെയറാണ്. അതിലോട്ടേക്ക് നമുക്ക് ഈ തെളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പകുതിയാണ് ഞാൻ ആ തെളി വെള്ളം ഒഴിച്ചു കൊടുത്തത്. ബാക്കി ഞാൻ ഇതിലോട്ടേക്ക് വെള്ളം ഡയലൂട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വേണം നമ്മൾ കീടനാശിനിയായിട്ട് ഉപയോഗിച്ച് കൊടുക്കാൻ. ഇതിപ്പോൾ ഞാൻ ഈ പുളിപ്പിച്ചത് ചെടിക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. കീടനാശിനിയായി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം ഒഴിച്ച് പുളിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ കൂടുതൽ നേർപ്പിക്കാൻ പാടില്ല. കാരണം ആ കഞ്ഞിവെള്ളത്തിൻ്റെ പശപശപ്പ് ചെടി ഇലകളിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇത് കൂടുതൽ എഫക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് സ്പ്രെയറിൽ ഇട്ടിട്ട് ഒഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കയ്യിൽ എടുത്തിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. വേപ്പിൻ പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ചിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലൊരു വളമാണ്. കറിവേപ്പിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വളമാണ്. നമ്മൾ സ്ലറി തയ്യാറാക്കുന്ന സമയത്ത് എല്ലാവർക്കും പച്ചച്ചാണകം കിട്ടണമെന്ന് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഒരേ അളവിൽ എടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് പുളിപ്പിച്ചിട്ട് ഒരു 10 മടങ്ങ് വെള്ളം കൂടി ഡയലൂട്ട് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ നനച്ചു കൊടുക്കാവുന്നതാണ്. പയറിൽ മുഞ്ഞേൻ്റെയും ഉറുമ്പിൻ്റെ എല്ലാം ഒരുപാട് അക്രമം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഈ വേപ്പിൻ പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എൻ്റെ അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വല്ലതും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.